ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഞങ്ങളുടെ 91 ബാച്ച് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട എച്ചമ്മിനെ ഓർത്തെടുക്കാൻ, ജീവനുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാൻ വീണ്ടും ഒത്തുകൂടുന്ന മനോഹരമായ ദിവസം. അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷേ പോകാൻ പറ്റുമോ എന്നതിൽ ആശങ്കയുണ്ട്. കാരണം ഇന്ന് 5 മണിക്ക് അതേ സമയത്ത് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനുണ്ട്, അതിൽ പങ്കുചേരാനുണ്ട്. എങ്ങനെ ഇത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഒന്ന് ഇവിടെ മലപ്പുറത്ത്, ഒന്നപ്പുറം കോഴിക്കോട്, എങ്ങനെ ഇത് രണ്ടും കൂടിയും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മൈൻഡിലേക്ക് എൻ്റെ എച്ചം എന്നെ അവസാനമായി വിളിച്ച ആ കാര്യങ്ങൾ ഞാൻ ഓർത്തുപോയത്. കുറേ കാലമായിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോപ്രായങ്ങൾ ഞാൻ കാണിച്ചു കൂട്ടാറുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, കലീൽ, നീ കാണിച്ചു കൊടുക്കുന്ന ചിരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതെനിക്ക് വല്ലാതെ ആശ്വാസം പകരുന്നു എന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടാവാം. ആ വേദനകൾക്കൊരു ശമനമായി അത് പ്രവർത്തിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും തുടരണം കേട്ടോ. നിൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോകളോടൊപ്പം തന്നെ ഇതുപോലെ ചിരിപ്പിക്കുകയും ചിരിയെ മരുന്നാക്കി ഉപയോഗിക്കുന്ന നിൻ്റെ ഈ ചികിത്സാ രീതി നീ തുടരണം കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലാഫ്റ്റർ യോഗ ഒക്കെ ചെയ്തു സാർ എന്നല്ല വിളിക്കുക, എന്താ മാഷേ എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക, സാറെന്ന് വിളിക്കാനുള്ളൊരു മനസ്സ് വരുമല്ല. നമ്മളൊരു രക്ഷിതാവിനെ പോലെ കാണുന്ന ഒരാളെങ്ങനെ സാറെന്ന് വിളിക്കുക, മാഷേന്ന് അങ്ങോട്ട് വിളിക്കാനും പറ്റില്ല. എന്നാൽ നമുക്കൊരു പിതൃതുല്യം എന്നുള്ള രീതിയിലുള്ള ഒരു ഒപ്പിക്കൽ ഉണ്ടാവുമല്ലോ പ്രയോഗം. ആ ഒരു പ്രയോഗത്തിൽ ഞാൻ പറഞ്ഞു, മാഷേന്ന് ഒന്നും സാറേന്നൊന്നും വരാത്ത രീതി ബഹുമാനവും ആദരവും കീപ്പ് ചെയ്ത്, എന്നാൽ ഒരു രക്ഷിതാവിനോടുള്ള ആ ഒരു ആ ഒരു ഓക്സിറ്റോക്സിൻ ഇമ്പാക്റ്റ് എന്നൊക്കെ പറയുമല്ലോ, ആ ലാളനെയും ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ അതുപോലത്തെ വീഡിയോകൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. കാരണം ഇന്നത്തെ മനുഷ്യന്മാർ ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിരിയാണ് അവർക്ക് ഏറ്റവും നല്ല മരുന്ന് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ രീതിയിലുള്ളൊരു മെത്തേഡിലേക്ക് നീങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങനെ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ ആ കോപ്രായങ്ങൾ കാണിച്ചത് കൊണ്ട് എൻ്റെ ഒരുപാട് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു സ്വാധീന ശക്തിയെ പ്രവർത്തിക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. ലഹരി വേണ്ട, മദ്യം വേണ്ട, പുകവലി വേണ്ട, ഇതൊന്നുമില്ലാതെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ, നമുക്ക് നല്ലൊരു ഡോപ്പമിൻ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് സാധ്യമായി എന്നുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ അധ്യാപകൻ്റെ ആ മനോഹരമായ പ്രോത്സാഹനം ഞാൻ നെഞ്ചിലേറ്റുകയാണ്. കാരണം ഒരുപാട് മനുഷ്യന്മാർക്ക് ആശ്വാസമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ഹെഡ്മാഷ് ഒരു രീതിയും അതന്നെ. ഞാൻ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വാട്സപ്പിൽ ഹെഡ്മാഷ് ഇവിടെ വയറപ്പം ഹെഡ്മാഷ് പല സ്റ്റുഡൻസിനും അയച്ച വോയിസ് മെസ്സേജുകൾ വരികയുണ്ടായി. എല്ലാവരെയും ഹെഡ്മാഷ് വിളിക്കുന്ന ഒരൊറ്റ പ്രയോഗമുണ്ട്, മോനെ മോനെ മോളെ, മോനെ മോളെ. അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിദ്യാഭ്യാസ ജീവിതം പൂർത്തീകരിച്ചിട്ടും ഇന്നും വിളിക്കുക. എന്നെയൊക്കെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എച്ചമ്മിൻ്റെ വിളി വരാത്തൊരു സമയം ഉണ്ടായിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു ബന്ധം അത്രയും ആത്മാർത്ഥമായി മുന്നോട്ട് പോവുകയാണ്. ഒരു അധ്യാപകനും ഒരു മനുഷ്യർക്കും നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ബാക്കിയാക്കാൻ വെക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അതുതന്നെയാണ് എച്ചം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠം എന്നുള്ളത്. എച്ചം പഠിപ്പിച്ച മറ്റൊരു പാഠ്യമുണ്ട്, അച്ചടക്കത്തിൻ്റെ പാഠമാണ്. അച്ചടക്കം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അച്ചടക്കമുള്ള ഒരുപാട് കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി അച്ഛൻ ശ്രമിച്ചത്. ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കും, ഒരുപാട് ഡിസ്ട്രാക്ഷനുകളുള്ള ഒരു കാലഘട്ടത്തിൽ ഈ അച്ചടക്കം പാലിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കൊന്നും എവിടെയും ചെന്നെത്താൻ പറ്റില്ല. കാരണം നമ്മളുടെ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എന്തിനാണോ നിലയുറപ്പിക്കുന്നത് അതിൽ സ്റ്റേണായി നിലനിൽക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ നമ്മൾക്ക് മുമ്പിൽ ഡിസ്ട്രാക്ഷൻ തൊട്ടരികിൽ, നമ്മളുടെ ലക്ഷ്യത്തെക്കാളും അരികിൽ അത് നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും ഡിസ്ട്രാക്ഷനിലേക്ക് പോവുക. പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു കുട്ടിക്ക് മുമ്പിൽ പെട്ടെന്നൊരു ഫോൺ വന്നു, ഫോൺ എടുത്തു, ഇൻസ്റ്റാഗ്രാം നോക്കി, അതിലൊരു നോട്ടിഫിക്കേഷൻ വന്നു, ഇതിലിട്ട് കമൻ്റ് അടിച്ചിരുന്നില്ല, അതിന് മറ്റാൾ തിരിച്ചെന്ത് കമൻറ്റ് എന്ന് പറഞ്ഞു. സമയം ജീവിതത്തിൽ നിന്നോട് ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്ക് തൻ്റെ ലക്ഷ്യം
ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ഒന്നുകൂടി പിറകോട്ട് നമ്മൾ പോയിട്ടുണ്ടാവും. അവസാനം എല്ലാം നീട്ടിവെച്ച് താങ്ങാൻ പറ്റുന്നതിന് വലിയൊരു ഭാരം തലയിലേറി ആ വിദ്യാർത്ഥി ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഹെഡ്മാഷ് നമ്മൾ പഠിപ്പിച്ചതല്ല. നിങ്ങൾ അച്ചടക്കത്തോടെ നിൽക്കുക. നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യാതെ അച്ചടക്കത്തോടെ നിന്ന് കഴിഞ്ഞാൽ ആ അച്ചടക്കത്തിലും ഒരു സന്തോഷമുണ്ട് എന്നുള്ളതാണ്. ആ അച്ചടക്കത്തിലും ആ സ്ട്രിക്ട്നെസ്സിലും ഒരു സന്തോഷമുണ്ട് എന്നുള്ള വലിയൊരു പാഠമാണ് എച്ച്.എമ്മുമായി ഞങ്ങളുടെ ഈ ഒരു ബന്ധം ഇന്ന് നിലനിൽക്കുമ്പോൾ, ആ ഒരു ബന്ധം ഇതുവരെ നഷ്ടപ്പെടാതെ നിലനിൽക്കുമ്പോൾ, മരണശേഷവും നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ന് അച്ചടക്കം തന്നെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയെ അത് നമ്മുടെ സന്തോഷത്തിൻ്റെ വഴിയായി സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക്. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരു പാരൻ്റ് എന്ന നിലയിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും ഹാപ്പിനെസ്സിൻ്റെ ഒരു തീരത്താണെന്ന്. അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹാപ്പിനെസ്സിൻ്റെ ഒരു തീരത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം അറിവുകൾ പുതിയത് ഉള്ളിൽ തലച്ചോറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുമ്പോൾ, അറിവുകളുടെ ലോകത്തിലൂടെ നമ്മളിങ്ങനെ വിരഹിക്കുമ്പോൾ നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ തീരത്തൂടെയാണ്. കാരണം അറിവ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സന്തോഷത്തിൻ്റെ ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എച്ച്.എം എന്നെ പഠിപ്പിച്ച മറ്റൊരു പാഠ്യം ജീവിതകാലം മുഴുവനും പഠിക്കുക എന്നുള്ളതാണ്. എച്ച്.എം പറഞ്ഞ ജീവിതകാലം മുഴുവൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം. പഠിക്കാതെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല. അവസാനം വരെ പഠിക്കണം. ആ ഒരു ലക്ഷ്യം എച്ച്.എം പറഞ്ഞ മാതൃക ഇന്നും മുന്നോട്ട് പിടിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്നും ഒരു ദിവസം പോലും പുതിയൊരു അറിവ് നേടാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. ഇന്നും പല ഓൺലൈൻ കോഴ്സുകളും മറ്റുമായിട്ട് ആ അറിവിൻ്റെ ലോകത്തിലൂടെ ഇന്നും നമ്മൾ വിരഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും വരുത്തുന്നില്ല. എച്ച്.എം ആയിരിക്കാം ഒരു പക്ഷേ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാനം തറക്കല്ലിട്ട് തന്നത്. ഇന്നും എച്ച്.എം മരിക്കുന്നതിൻ്റെ തലേ ദിവസവും വിദ്യാർത്ഥികളോടൊപ്പമാണ് ചിലവഴിച്ചത്. അധ്യാപന ലോകത്ത് തന്നെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. എൻ്റെ ആത്മസുഹൃത്ത് മെഹ്റാലിയൊക്കെ പറഞ്ഞു, ഏതൊരു സ്ഥാപനത്തിൻ്റെ എന്തോ ഒരു അംഗീകാരത്തിന് വേണ്ടി എച്ച്.എം അവസാനമായി വിളിച്ചത് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ഒരു അധ്യാപന സ്ഥാപനത്തിന് വേണ്ടി ഒരു അംഗീകാരം കിട്ടേണ്ട കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിതത്തിൽ എച്ച്.എം വളരെ സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിച്ചാണ് പോകുന്നത്. കാരണം എച്ച്.എം പോയപ്പോൾ കൂടെ പോവാത്ത എല്ലാം ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ടാവും. കൂടെ പോവാത്തതൊക്കെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ടാവും. എച്ച്.എമ്മിനോടൊപ്പം യാത്ര ചെയ്തൊരു സംഭവമുണ്ട്. അത് അറിവാണ്. മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന അറിവ്, മനുഷ്യർ സ്വാധീന ശക്തിയായി പ്രവർത്തിക്കുന്ന അറിവ്. അത് മനുഷ്യൻ മരിച്ചാലും കൂടെ പോകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞതാണോന്നറിയില്ല, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണെന്നറിയില്ല. ഇൽമുൻ നാഫിയ എന്നാണ് പറയുക. ഏറ്റവും ഉപകാരപ്രദമാവുന്ന അറിവ്. ഇത് ഒരു മനുഷ്യൻ്റെ കൂടെ പോകുമെന്നാണ് പറയുന്നത്. എപ്പോഴും എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയാറുണ്ട്, ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് വല്ലാതെ സമ്പാദിച്ചിട്ടില്ലായിരിക്കാം, സാമ്പത്തികമായിട്ടും അധികം നേടിയിട്ടില്ലായിരിക്കാം. പക്ഷേ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഒരറിവ് നമുക്കിവിടെ ബാക്കിയാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, അറിവ് സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ അറിവിനെ സ്വാധീന ശക്തിയാക്കി കഴിയാൻ കഴിഞ്ഞാൽ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ലാഫ്റ്റർ യോഗയുടെ ക്ലാസ്സുകൾ എടുത്തപ്പം ആ ലാഫ്റ്റർ യോഗയുടെ ഞാൻ പറഞ്ഞ ചില ലാഫ്റ്റർ യോഗ ടെക്നിക്കുകളെ കുറിച്ച് പ്രത്യേകിച്ച് എച്ച്.എം ഓർമ്മപ്പെടുത്തിയപ്പം എനിക്ക് വളരെ സന്തോഷം തോന്നി. അത്തരമൊരു ലാഫ്റ്റർ യോഗ പഠിച്ചതുകൊണ്ടാണ് ചിരിയെ ഒരു മരുന്നാക്കി സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർക്കിടയിലേക്ക് അതിനൊരു സ്വാധീന ശക്തിയാക്കി സമ്മർദ്ദങ്ങൾ ഉള്ള ഒരു ലോകത്ത് ആ സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാൻ അത് കാരണമായപ്പം എച്ച്.എം പറഞ്ഞ ആ ഒരു കാര്യം ഞാൻ ഓർത്തത്. ഉപകാരപ്പെടുന്നൊരറിവ്. ഇതാണ് നമ്മൾക്ക് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. അത് പങ്കുവെക്കാനുള്ളൊരു വേളയായിട്ടായിരിക്കണം നമ്മളുടെ ജീവിതത്തെ നമ്മൾ കാണുന്നത്. നമ്മളൊരു മനുഷ്യൻ വരികയാണെങ്കിൽ ആ മനുഷ്യന് നമ്മൾ അറിവ് സമ്മാനിക്കണം. ഏറ്റവും നല്ലൊരു ഗിഫ്റ്റായിട്ട് നമ്മൾ ആ മനുഷ്യന് കൊടുക്കേണ്ടത് അറിവാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു അറിവ് നമ്മൾ കൊടുക്കുക. മറ്റുള്ളവരങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കാതോ ഒന്നുമല്ല. പിന്നീട് നമ്മൾ അവർക്ക് പ്രാർത്ഥനകൾ സമർപ്പിക്കണം. ഞാൻ എച്ച്.എം പറയുന്ന കാര്യത്തിൽ ആരോട് പറഞ്ഞു കഴിഞ്ഞാലും എച്ച്.എം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എച്ച്.എം അവർക്കൊരു പ്രാർത്ഥന കൂടി സമ്മതിക്കും. മകനെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് പറഞ്ഞപ്പോൾ പറയുന്നത്, ഞാൻ മരിക്കുന്ന നിമിഷം വരെ, ഞാൻ ഖബറിലേക്ക് പോകുന്നത് വരെ എനിക്ക് ഈ അറിവ് പങ്കുവെക്കുന്ന ഒരവസ്ഥയിൽ അങ്ങ് പോയാൽ മതിയെന്ന് പഠിച്ചവൻ കാരുണ്യവാനായ ദൈവം ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് വേണം പറയാൻ.
എച്ച് എം പറയുന്ന ഓരോ വാക്കുകളിലും പ്രാർത്ഥനകളുണ്ടായിരുന്നു. തൻ്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന. ആ ഒരു പ്രാർത്ഥന സമർപ്പിക്കാത്ത ഒരു വാക്കെങ്കിലും എച്ച് എം ഏതെങ്കിലും വിദ്യാർത്ഥികളോട് വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥികളുടെ ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം കാരുണ്യവാനായ ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥന അവർക്ക് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അതൊരു വല്ലാത്തൊരു ആശ്വാസമാണ്. കാരണം ദൈവം കൂടെയുള്ളൊരു അനുഭവമാണ്. അത് എച്ച് എം ഒക്കെ എപ്പോഴും അനുഭവിച്ച ആൾക്കാരാണ്. കൂടെയുള്ളൊരു അനുഭവമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഞാൻ ഈ ശ്വസിക്കുമ്പോൾ, ഞാൻ ഈ സംസാരിക്കുമ്പം എൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ്, അതാണ് ദൈവം. മനസ്സിലായില്ലേ? ആ എക്സ്പീരിയൻസ് എപ്പോഴും കൂടെ ഉണ്ടാവും. മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ആത്മാവിനോടൊപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അനന്തമാണ് ആ എക്സ്പീരിയൻസ്. തുടക്കമില്ലാത്തതാണ് എക്സ്പീരിയൻസ്. മനസ്സിലായില്ലേ? ആ എക്സ്പീരിയൻസിന് രൂപമില്ല, ഭാവമില്ല, താളമില്ല. അതനുഭവമാണ്. ഓരോ നിമിഷം നമ്മൾ തർക്കിക്കുമ്പോഴും, നമ്മൾ അനാവശ്യ കാര്യം മുഴുകുമ്പോഴും, നമ്മൾ അറിവിൻ്റെ ലോകത്തൂടെ വിരഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുമ്പോഴും ഈ അനുഭവത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. ആ അനുഭവത്തെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അനാവശ്യമായുള്ള തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടാതെ നമ്മൾ അവർക്ക് വേണ്ടി അറിവ് നൽകാനും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും അതിന് ചികിത്സയാക്കാനും നമ്മൾ മെനക്കെടുള്ളൂ എന്നുള്ളതാണ്. എച്ച് എം നൽകിയ ജീവിത പാഠങ്ങൾ അതൊക്കെ തന്നെയാണ്. എച്ച് എം മരിക്കുന്നില്ല. എച്ച് എം ഇവിടെ ബാക്കിയാക്കിയ, അല്ലെ എച്ച് എം കൂടെ കൊണ്ടുപോവുകയും ചെയ്ത, എച്ച് എം മരിച്ചിട്ടും കൂടെ കൊണ്ടുപോവുകയും ചെയ്ത ആ ഉപകാരപ്രദമായ അറിവ്, അത് ഓരോ വിദ്യാർത്ഥിയിലും സ്വാധീന ശക്തിയായി പ്രവർത്തിക്കുന്നതോടൊക്കുമ്പോൾ എച്ച് എം പിന്നെയും നമുക്ക് ഇവിടെ ജീവനോടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരിച്ചു പോകും, നമുക്കും മരിക്കാനുണ്ട്. എന്താണ് നമ്മൾ ഇതുപോലെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്നതും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ള സമ്പാദ്യമായി എന്തറിവാണ് നമുക്കിവിടെ ബാക്കിയാക്കാനുള്ളത്, എന്തറിവാണ് നമുക്ക് കൂടെ കൊണ്ടുപോകാനുള്ളത് എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കുക. അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റുകയും ചെയ്യാം. കാരുണ്യവാനായ ദൈവം തമ്പുരാൻ ഇപ്പോഴും നമ്മോടൊപ്പം, എപ്പോഴും മരിച്ചാലും ജീവിച്ചാലും ജീവിക്കുമ്പോഴും കൂടെയുള്ള ദൈവം തമ്പുരാൻ നമ്മുടെ എച്ച് എമ്മിൻ്റെ ആത്മാവിൻ്റെ ഒരു യാത്ര അനന്തവും വിശാലവും അനശ്വരവുമായ സ്വർഗത്തിലേക്കാക്കട്ടെ എന്ന് കാരുണ്യവാനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.